നമസ്തേ. വെട്ടിത്തിളങ്ങുന്ന രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രിയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമ്മൾ രത്നങ്ങൾ പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഭൂമിയിൽ നിന്ന് നമ്മൾ മൈൻസ് എടുക്കുന്ന രത്നങ്ങളുണ്ട്. അങ്ങനെ പല സോഴ്സസിൽ നിന്ന് നമുക്ക് രത്നങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിൽ. ഒന്ന് ഭൂമിക്ക് അടിയിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന രത്നങ്ങൾ. ഭൂമിക്കടിയിൽ നിന്ന് പറയുമ്പോൾ കിലോമീറ്ററോളം താഴ്ചയിൽ ഹീറ്റും പ്രഷറും ചൂടും സമ്മർദ്ദവും കൊണ്ട് അനേകം ധാതുക്കളോടുകൂടി നിരവധി രത്നങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിക്കടിയിൽ ഫോർമേഷൻ ഉണ്ടാകും. തികച്ചും നാച്ചുറലായിട്ട് ഉണ്ടാകുന്നു. അത് നിരവധി രത്നങ്ങളിൽ നിരവധി കാഠിന്യമായിരിക്കാം, മിനറൽസ് ആയിരിക്കാം, ധാതുക്കൾ ഡിഫറെൻ്റ് ആണ്, ഹാർഡ്നെസ് ഡിഫറെൻ്റ് ആണ്, കളറുകൾ ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം ഭൂമിയിൽ തന്നെ നമ്മൾ ഖനനം ചെയ്ത് ഭൂമിയിലുണ്ടാക്കി ഖനനം ചെയ്ത് എടുക്കുന്ന രത്നങ്ങളാണ്. അതാണ് ഒരു സോഴ്സ്. മനസ്സിലായില്ലേ? രത്നങ്ങൾ കിട്ടും. അതായത് നമ്മൾ കണ്ടുവരുന്ന പ്രീഷ്യസ് കാറ്റഗറി അല്ലെങ്കിൽ സെമി പ്രീഷ്യസ് കാറ്റഗറിയിലുള്ള രത്നങ്ങൾ റൂബി, എമറാൾഡ്, ഡയമണ്ട്, യെല്ലോ സഫയർ, പിന്നെ ഹസോണൈറ്റ്, ഗാർനെറ്റ്, കാറ്റ്സയ്യ, ഇങ്ങനെയുള്ള രത്നങ്ങളെല്ലാം ഭൂമിക്കടിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ടോപ്പാസ് രത്നങ്ങൾ, മനസ്സിലായില്ലേ, ടർക്വൈസ് രത്നങ്ങൾ, ഹാക്കിക് സ്റ്റോൺസ്, ഇതൊക്കെ നമുക്ക് ഭൂമി തന്നെ കിട്ടുന്നതാണ്. ഭൂമി തന്നെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ജലാശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങളാണ്. ജലാശയങ്ങളിൽ നിന്ന് പറയുമ്പോൾ പേൾസ്, മുത്തും പവിഴും ആണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത്. മുത്തും പവിഴങ്ങളിൽ മുത്തിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ബ്ലാക്ക് പേൾസ് ഉണ്ട്, വൈറ്റ് പേൾസ് ഉണ്ട്, റോസ് പേൾസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലും പല ഷേപ്പിലും കിട്ടുന്നുണ്ട്. കോറൽസ് തന്നെ ചെമ്പവിഴമുണ്ട്, വെൺപവിഴമുണ്ട്, റെഡ് കളറിലും. ഈവൻ ബ്ലാക്ക് തന്നെ കോറൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലാക്ക് കോറൽസ് ഞാൻ അധികം കണ്ടിട്ടില്ല. ബ്ലാക്ക് പേൾസ് ഉണ്ടല്ലോ. ഓയസ്റ്റർ, ബ്ലാക്ക് ലിപ്സി ഉള്ള ഓയസ്റ്ററിൽ നിന്ന് വീഴുന്നതാണ് ബ്ലാക്ക് പേൾസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അത് ജലാശയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോണുകളാണ്. ഇത് ഓർഗാനിക് സ്റ്റോൺസ് കാറ്റഗറി തന്നെ ഉണ്ട്. ഇതല്ലാതെ മരത്തിൽ നിന്നും മറ്റും ലഭിക്കേണ്ടതാണ് ആംബർ പോലുള്ള രത്നങ്ങൾ. മരത്തിൻ്റെ കറകൾ റെസിൻസ് ആണ്. കോണിഫറസ് ട്രീയിൽ നിന്നുണ്ടാകുന്ന ഈ അരക്കിങ്ങനെ നമ്മൾ പ്ലാവിലൊക്കെ വരുന്ന അരക്ക് പോലെ അരക്ക് വന്നിട്ട് അതവിടെ ഫോം ചെയ്ത് അത് ഒരു രത്നമായിട്ട് മാറുന്നു. അപ്പം ഇതെല്ലാം നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന രത്നങ്ങളാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇത് 100% ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മിനറൽസും ഒരു കളറിങ് ഏജൻറ്റും ഒന്നുമില്ലാതെ ഭൂമിയിൽ കിട്ടുന്ന പ്യുവറാണ് രത്നങ്ങൾ. ഇത് പിന്നീട് കാലക്രമത്തിൽ ഇതിനുള്ള ഡിമാൻഡുകളും കാര്യങ്ങളും ഒക്കെ വന്നു. അവൈലബിലിറ്റി കുറഞ്ഞു. മൈനിങ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നപ്പോൾ ഈ രത്നങ്ങൾക്ക് ഒരു ഡ്യൂപ്ലിക്കേഷനും മാർക്കറ്റിൽ വന്നു തുടങ്ങി. ഡ്യൂപ്ലിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രത്നങ്ങൾ, കളർ കുറഞ്ഞ രത്നങ്ങളിൽ കളറ് കയറ്റാൻ തുടങ്ങി. അത് ബെറീലിയം പോലത്തെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് പ്രത്യേക സെൻറ്റിഗ്രേഡിൽ ആ കല്ലിൻ്റെ ഹാർഡ്നെസ് നോക്കിയിട്ടാണ് ഇത് ചൂടാക്കിയിട്ട് ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ രത്നങ്ങൾക്കും അത് പ്രാക്ടിക്കലല്ല. ഉദാഹരണം നമുക്ക് മരതകം, എംബ്രോയിഡ് എടുത്ത് അതിനകത്ത് ഈ പറയുന്ന പോലെ ഹീറ്റിംഗ് ഒന്നും പറ്റത്തില്ല. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കല്ലുകൾ. പൊട്ടിപ്പോകാത്ത കല്ലുകളുണ്ട്. റൂബിയ, സഫയർ, ഡയമണ്ട്സ് എല്ലാം നമുക്ക് ഇങ്ങനെ വരുന്ന രത്നങ്ങളിൽ കയറ്റി അത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പം അത് മാർക്കറ്റിൽ വരാൻ തുടങ്ങി. ഡ്യൂപ്ലിക്കേറ്റ് പോലെ അല്ലെങ്കിൽ ഹീറ്റഡ്, ട്രീറ്റഡ്, ഡിഫ്യൂസ്ഡ് സ്റ്റോൺസുകൾ വന്നു. അങ്ങനെ അത് അങ്ങനെ വന്നപ്പം അതാണ് കൂടുതൽ മാർക്കറ്റിലേക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതൊക്കെ വലിയ ചില രാജ്യങ്ങളിൽ അതൊക്കെ വലിയ ബിസിനസ്സായി, വലിയ ഫാക്ടറിയായി, കാര്യങ്ങളായി, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മേഖലയായി കളർ കയറ്റി വരുന്നത്. ഇപ്പോൾ അതിന് കോറൽസിലോട്ട് വന്നപ്പോൾ പവിഴം വന്നപ്പോൾ പൗഡർ മിക്സ്ഡ് ആയി. കോറൽസ് പൗഡർ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കോറലിൻ്റെ പൊടി തന്നെ കാണും. അതിനകത്തോട്ട് എന്ത് മിക്സ് ചെയ്യും? സ്കെൽട്ടൻസ്, ഫിഷിൻ്റെ വലിയ ഫിഷൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്കെൽട്ടൻസ്, ക്യാമൽസ്, അതിൻ്റെയൊക്കെ സ്കെൽട്ടൻസ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട്
ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിനെ ആക്കിയിട്ട് പല രൂപത്തിലുള്ള കോറൽസുകൾ വന്നു തുടങ്ങി ഇപ്പോഴും. അപ്പോൾ ആ മേഖലകളിലും ഈ ഒരു ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു. ബ്ലീച്ച് ചെയ്ത കോറൽസുകൾ വരാൻ തുടങ്ങി. മനസ്സിലായത്? അങ്ങനെ നോക്കുമ്പം ഈ കല്ലുകൾ നാച്ചുറൽ കല്ലുകളോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലെ എൻഹാൻസ്ഡ് ചെയ്തിരിക്കുന്ന കളർ എൻഹാൻസ്മെൻറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ടുള്ള രത്നങ്ങളും മാർക്കറ്റിൽ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റിയ തരത്തിലേക്ക് കൊണ്ടുവന്നു. ഒറിജിനൽ 2 രത്നം വെച്ചാൽ ഏതാണെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന തരത്തിലേക്ക് എക്സാക്റ്റ് ആയിട്ടുള്ളതിൻ്റെ കോപ്പിയാണ് വരുന്നത്. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള അതിനെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ, അതിന് ലാബുകൾ, കാര്യങ്ങളൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. കണ്ടുപിടിക്കാനുള്ള മെഷീൻസൊക്കെ ഇപ്പം നമുക്ക് തന്നെ ഇത് ഒറിജിനൽ കല്ലാണെന്നറിയാം. നമ്മൾ തന്നെ ഷോപ്പുകളിലെല്ലാം മെഷീൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് കല്ലെടുത്ത് വെച്ച് നോക്കുകയും അതിൻ്റെ ലെൻസ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള മാർക്കിങ്സ് എല്ലാ കല്ലുകൾക്കകത്തും ഉണ്ടോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. നാച്ചുറൽ ഇൻക്ലൂഷൻസ് വന്നിട്ടുണ്ടോ, അതൊരു പ്ലെയിൻ ഗ്ലാസ് പോലെയാണോ ഇതിരിക്കുന്നത് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന മെഷീനകത്ത് ഒരു കല്ല് പുറത്ത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് എല്ലാം മിക്കവാറും ദിവസവും ഇത് തന്നെ കല്ല് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്. കല്ല് കൈ കിടക്കുന്ന കല്ല് വളരെ കാലം മുമ്പ് കിട്ടിയതായിരിക്കും. ഇപ്പോൾ ഒരു സഫയർ ആണെങ്കിൽ നമുക്ക് സഫയർ ആണെങ്കിൽ കറക്റ്റ് സഫയർ വരും. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. പിന്നെ ഒരു ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റിങ്ങിന് ലാബ്സിൽ കൊടുത്ത് നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ തന്നെ ഇമിറ്റേഷൻ, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള രത്നങ്ങളും മാർക്കറ്റിൽ വന്നു. സിന്തറ്റിക് സ്റ്റോൺസുകൾ മാനുഫാക്ചർ ചെയ്ത് വരുന്നത് പണ്ട് കാലം ഇവിടെ നിന്നല്ല, ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും ഇമിറ്റേഷൻ രത്നങ്ങളുണ്ട്. അത് ഇമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കല്ലുകളാണ് കൊടുക്കുന്നത്. അതിന് അത്രേ വില വരുന്നുള്ളൂ. സിന്തറ്റിക് സ്റ്റോൺസ് എന്ന ഒരു കാറ്റഗറിയിലേക്ക്. സിന്തറ്റിക് ഇമിറ്റേഷൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ അത് ഇമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാലേ ആൾക്കാർ കൊടുക്കുകയുള്ളൂ. അതിന് വില കുറവായിരിക്കാം. ഇപ്പോൾ സ്റ്റഡിലൊക്കെ കണ്ടിട്ടില്ലേ, സ്റ്റഡുകൾ ഉണ്ടാക്കുന്ന കല്ലുകളെല്ലാം പ്രീഷ്യസ് ആണോ കമ്മലിന്? അല്ല. വെള്ളക്കല്ലുകളുണ്ട്, ചുമലക്കല്ലുകളുണ്ട്, പച്ചക്കല്ലുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇമിറ്റേഷൻ സ്റ്റോൺസ് എന്ന് വേണം പറയാം. അല്ല, ചിലതൊക്കെയാണ് സിന്തറ്റിക് സ്റ്റോൺസ് ആണ്. ഇപ്പോൾ സിന്തറ്റിക് റൂബിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഒരു സിന്തറ്റിക് സ്റ്റോൺസിൻ്റെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന രത്നങ്ങളോടൊപ്പം തന്നെ ഇപ്പം മാർക്കറ്റിൽ കണ്ടുവരുന്ന കുറച്ച് പ്രാക്ടീസസ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു സെനാരിയോ ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ട്രീറ്റ് ചെയ്ത സ്റ്റോണുകൾ, ഹീറ്റ് ചെയ്ത സ്റ്റോണുകളോടൊപ്പം തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് ഈ സിന്തറ്റിക് സ്റ്റോൺ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന രത്നങ്ങൾ പോലെ തന്നെ അതിനുള്ള രാസവസ്തുക്കളും രാസഘടകങ്ങളും ചേർത്ത് മനുഷ്യനാൽ നിർമ്മിക്കുന്നതാണ് സിന്തറ്റിക് സ്റ്റോൺ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഫ്ലെയിം ഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അതായത് ഈ രാസവസ്തുക്കൾ, അതായത് കെമിക്കൽസ് ഇട്ടിട്ട് അത് ഉയർന്ന ചൂടിൽ ചൂടാക്കി അത് പിന്നീട് അത് തണുപ്പിച്ച് എടുക്കുന്ന ക്രിസ്റ്റലായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഹൈഡ്രോ തെർമൽ മെത്തേഡുണ്ട്, എൻഹാൻസ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഉയർന്ന താപനിലയിലാണത്. ഇതിന് ചേർന്ന രാസവസ്തുക്കൾ ചേർത്തിട്ട് ചൂടാക്കിയിട്ട് പിന്നീട് തണുപ്പിച്ചെടുത്ത് ഒരു ക്രിസ്റ്റലായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയ. പിന്നെ അതിന് കളർ ചേർക്കുകയാണ് ചെയ്യുന്നത്. കളറുകൾ ചേർത്ത് അത് സിന്തറ്റിക് സ്റ്റോൺ, ഇപ്പോൾ റൂബിയുടെ പോലത്തെ തന്നെ കളറുകൾ ചേർത്ത് ക്രോമിയം പോലുള്ള കെമിക്കൽസും ഒക്കെ ചേർത്തിട്ട്, അപ്പോൾ അത് മറ്റത് നാച്ചുറൽ ആയിരുന്നെങ്കിൽ ഇത് കെമിക്കൽ കോമ്പോണൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കെമിക്കൽ ആയിരിക്കും അതിന് കളർ കിട്ടത്തക്ക രീതിയിലുള്ള ഇതുണ്ടാക്കി ആ മെത്തേഡിൽ കൂടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ ഫാക്ടറികളിൽ നടക്കുന്ന വലിയ പ്രോസസ്സിംഗ് ആണ്. പക്ഷേ എനിക്കൊന്ന് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഈ സംഭവങ്ങൾ വരിക.
കാഴ്ചയിൽ ചിലപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടെ ഒരു കാണാനുള്ള ഭംഗി. അതിന് വില കുറവാണ്. പിന്നെ CVD മെത്തേഡ്, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ, അതായത് നമ്മൾ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് ഒക്കെ വരുന്നത് ആ മെത്തേഡിലാണ് വരുന്നത്. അതിന് ഓരോ പ്രോസസ്സിംഗ് ആണത്. അത് ചെറിയ പരിപാടികളൊന്നുമല്ല, അത് ഫാക്ടറിയിൽ തന്നെ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആയിട്ട് പഴയ നമ്മുടെ വെള്ളാരം കല്ലുകൾ, നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന വെള്ളാരം കല്ലുകളിൽ നിന്ന് ഇതുപോലുള്ള ഇമിറ്റേഷൻ സ്റ്റോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് കളറ് അത് പൊടിച്ചിട്ട് അത് ഈ പറഞ്ഞതുപോലെ ചൂളയിൽ ഇപ്പം നമ്മുടെ വൈദ്യുതി സഹായത്തോടു കൂടി തന്നെയുള്ള പ്രവർത്തിക്കുന്ന ചൂളകളിൽ വലിയ മൂർച്ചകൾ ഈ കെമിക്കൽസ് ഈ വെള്ളാരം കല്ല് ഇട്ട് അത് ഒരു പൗഡർ രൂപത്തിലാക്കി പിന്നീട് അതിനകത്ത് കളറ് ചേർത്ത് അത് ചൂടാക്കി ക്രിസ്റ്റലാക്കി എടുക്കുക. തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽസായി. പിന്നെ കളറ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അയണോക്സൈഡ് ചേർത്ത ബ്ലൂ ഇത് വന്നു, കളർ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ ഭൂമിയിൽ കിട്ടുന്ന കല്ലുകളെക്കാളും വെല്ലുന്ന തരത്തിലുള്ള ഇമിറ്റേഷൻ കല്ലുകളുണ്ട്. ഇമിറ്റേഷൻ കല്ലുകൾ വാങ്ങിത്തരിക്കുന്ന സാധാരണ ശ്രേഷ്ഠരത്നങ്ങൾ വാങ്ങിത്തരിക്കാനായിട്ട് പറ്റാത്തൊരു കല്ല് ധരിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ അത് മേടിച്ച് ധരിക്കും. ആ കളറിനോടുള്ള ഒരു താല്പര്യമൊക്കെ കൊണ്ടിട്ട് ആ രീതിയിലേക്കും പോകുന്നത്. അത് തന്നെ അത് ധാരാളമായിട്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനുണ്ട്, കോയമ്പത്തൂരുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിൽ തൃശ്ശൂരുണ്ട്, പാലക്കാട് ഏരിയയിലുണ്ട്. ഇതുപോലെ തന്നെയുള്ള ജുവലറി വർക്ക്സിന് വേണ്ട കല്ലുകൾ, ഇമിറ്റേഷൻ കല്ലുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് കല്ലുകൾ ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ പാലക്കാട് നിന്നൊക്കെ നമ്മളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാഗപടം പാലക്കാടൊക്കെ കല്ലുകളില്ലേ? ഓക്കെ. എനിക്ക് ആ സ്ഥലം ഓർക്കുന്നില്ല, ഞങ്ങൾ പണ്ട് അവിടെ നിന്ന് വരുത്തിയിട്ടുണ്ട്. നല്ല കല്ലുകൾ, നാഗപടം, പാലക്ക, ഇതിൻ്റെയൊക്കെ കല്ലുകൾ, പച്ചക്കല്ലുകൾ ഉണ്ട്. നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. അപ്പോൾ ആ കല്ലുകൾ നമ്മൾ കൊടുക്കുമ്പം ഇത് ഒറിജിനലാണെന്നും പറഞ്ഞാൽ അങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഇത് ഇമിറ്റേഷൻ കല്ലാണ്, ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തെടുക്കുന്ന. ഇതൊക്കെ അത്ര വില അതിന് വരുന്നുള്ളൂ. അവിടെ 50, 100, 150, 200 രൂപയുടെ കാര്യമുള്ളൂ. വലിയ കണ്ട നല്ല പച്ചക്കല്ല് പോലെ ഇരിക്കും. ഇമിറ്റേഷൻ കല്ലുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവോ എന്നുള്ളതും അടുത്ത ക്വസ്റ്റ്യനാണ്. അതാണ് എൻ്റെ ഒരു അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. അത് നമ്മളൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുറേ വർഷങ്ങളായിട്ട് അതിങ്ങനെ യൂസ് ചെയ്യുമ്പം നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദോഷഫലങ്ങൾ നമുക്കിതിന് ഉണ്ടാവുമോ ഇതിൻ്റെ ഉപയോഗത്തിൽ? ഇതിപ്പോൾ നമ്മൾ ഈ ചൂളയിലൊക്കെ ചൂടാക്കിയിട്ട് ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് ഇത് ചൂടാക്കിയിട്ടാണ് വരുന്നത്. ഇത് കെമിക്കലാണെന്നാമത്. ഈ കെമിക്കൽസ് കൊണ്ടുള്ള ഒരു സാധനം ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഉത്തരം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ പറയാം. നമ്മൾ എന്നും പ്ലാസ്റ്റിക് പ്ലേറ്റിനകത്തോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും എന്നും? ഓക്കെ ആണോ? അല്ല, അതിൻ്റേതായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കൊക്കെ ഗവൺമെൻറ് നിരോധിച്ച് വരുക. പ്ലാസ്റ്റിക് ഇല്ല ഇപ്പം എന്നവിടെ പറയാം, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിന്തറ്റിക് കല്ലുകൾ. അത് അലർജിയുള്ള ആൾക്കാർ, അലർജിക് ഇഷ്യൂസൊക്കെ ഉള്ളവർ, ചിലർക്ക് ഈ സ്കിന്നിനൊക്കെ അലർജി, ഒരു കല്ല് ഇട്ടിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. അവർ എവിടുന്നോ കിട്ടി അത് മോതിരത്തേലാക്കിയിട്ട് പഴയ ബോട്ട് മോതിരം പോലൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന കല്ലാണ്. അത് കയ്യിലൂടെ ചൊറിച്ചിൽ, സ്കിന്ന്. ഞാൻ പറയും ഈ കല്ല് അഴിച്ച് വെക്ക്, ചിലപ്പം അതിനൊരു ശമനം ഉണ്ടാവും. കാരണം ഈ സിന്തറ്റിക് സംഗതികൾ ഒരിക്കലും നമ്മുടെ ബോഡിയായിട്ട് ലോങ് ടൈം ചേർന്ന് പോകത്തില്ല. അത് പിന്നീട് ഒരവസരത്തിലായിരിക്കും അതിന് സ്കിന്നിന് അലർജി ഉണ്ടാവുക, അല്ലെങ്കിൽ ശരീര ബുദ്ധിമുട്ടുകൾ. എപ്പോഴും നാച്ചുറലായിട്ടുള്ള കല്ലുകൾ. അത് പ്രീഷ്യസ് വേണമെന്നില്ല. പ്രീഷ്യസിന് വിലയുണ്ടെങ്കിൽ സെമി പ്രീഷ്യസ് രക്തങ്ങൾ കിട്ടുമല്ലോ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഇതേക്ക് വരെ ഭംഗിയുള്ള കല്ലുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിച്ച പോലെ ബ്ലൂ ടോപ്പാസൊക്കെ ഭയങ്കര ഭംഗിയുള്ള കല്ലുകളാണ്, വില തീരെ കുറവാണ്. ഈ സിന്തറ്റിക് സ്റ്റോൺസിന് പകരം ഇങ്ങനെയുള്ള സെമി പ്രീഷ്യസ് ആയിട്ടുള്ള പ്രൈസിൽ കുറച്ച് കുറവുള്ള ഇമിറ്റേഷൻ കല്ലുകൾ വല്ല എന്തെങ്കിലും ചെറിയ ഷോർട്ട് ടൈം പീരീഡിലേക്കും ഒക്കെ യൂസ് ചെയ്യുക. മനസ്സിലായില്ല? ഇത് സ്കിന്നുമായിട്ട് ടച്ചായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം.
വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ സിന്തറ്റിക് സ്റ്റോണുകളുടെ റെഗുലറായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സിന്തറ്റിക് സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പം വരാൻ സാധ്യതയുള്ള കുറച്ച് ഒരു അപകടങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനകത്തേക്കെല്ലാം കെമിക്കൽസ് ആയതുകൊണ്ട് ഇപ്പോൾ സിലിക്ക, പൊട്ടാഷ്യം, ലെഡ് കൂടെ ചേർത്ത് ഉയർന്ന താപനിലയിൽ ചൂടാക്കി വന്നാൽ വെള്ള ക്രിസ്റ്റൽസ് കിട്ടും. അപ്പം അതുകൊണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി ഇടുമ്പോഴേ ഈ ഒരു കെമിക്കൽ വരുന്നത് നാച്ചുറൽ രണ്ടല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ അറിയത്തില്ല, അത് ലോങ് ടൈമിലിങ്ങനെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഒരുപാട് വർഷമൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെയുള്ള ഒരു കൊള്ളത്തില്ല. ലോങ് ടൈം ഒന്നിനും ഈ കല്ലുകൾ ഇങ്ങനെയുള്ള സിന്തറ്റിക് ആൻഡ് ഇമിറ്റേഷൻ കല്ലുകൾ യൂസ് ചെയ്യാതെ അത് വളരെ ചീപ്പായിട്ടുള്ള കല്ലുകൾ കിട്ടും. വളരെ ചീപ്പായിരിക്കും, കണ്ടാൽ ഭയങ്കര കളറും ഇതുമൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്തെല്ലാം ഇതുപോലുള്ള കെമിക്കൽസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ആ ഒരു കാര്യത്തിലേക്ക് വന്നുള്ളത്, അപ്പം നമുക്ക് പ്രഷ്യസ് സ്റ്റോണുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ധരിക്കാനുള്ള രത്നങ്ങൾ ഭൂമിയിൽ പ്രകൃതി തന്നിട്ടുണ്ട്. പണമുള്ളവർക്ക് മാത്രമല്ല രത്നങ്ങൾ എന്ന് പറയുന്നത്, എല്ലാവർക്കും ഉള്ള രത്നങ്ങളുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ടുള്ളത് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. വില കണ്ടിട്ടും കളറ് കണ്ടിട്ടും കല്ല് വാങ്ങിച്ച് ധരിക്കരുത്. കല്ലെല്ലാം മാണിക്കല്ല നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കല്ലുകൾക്ക് കളറല്ല, ഇതിനകത്ത് ഒരുപാട് കളറുള്ള കല്ലുകൾ എപ്പോഴും നമ്മളൊരു ചെറിയ സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. നാച്ചുറലായിട്ടുള്ള കല്ല് എല്ലോ സഫയർ എന്ന് പറയും, എല്ലോ സഫയർ എന്ന് വിട്ടേക്ക്. സഫയർ കല്ലുകൾ കളറ് മങ്ങിയ കല്ലുകൾ ഖനനം ചെയ്ത് കിട്ടുന്നു, നാച്ചുറലായിട്ട് തന്നെ കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് കളറില്ല. വൈറ്റ് ആണോയെന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ല, യെല്ലോ ആണെന്ന് വെച്ചാൽ യെല്ലോ അല്ലാത്ത ആണ് മൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇത് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? മാർക്കറ്റിൽ വെറുതെ കളർലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കളർലെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റ് സഫയർ ആയിരിക്കണം. നല്ല കളർ വൈറ്റ് കളറോട് കൂടിയ വൈറ്റ് സഫയർ അതിന് മാർക്കറ്റുണ്ട്. ഇത് കളർ കുറഞ്ഞ് മഞ്ഞയായിട്ടുമില്ല, എന്നാൽ വൈറ്റൊട്ടല്ല താനും. എന്തു ചെയ്യും? അപ്പം അതിനുള്ള മെത്തേഡ് ബെറിലിയം ഇൻഡ്യൂസ് ചെയ്ത് യെല്ലോ സഫയർ ആക്കി മാറ്റുക. അതിൻ്റെ ഹാർഡ്നെസ് ഈ സെയിം കല്ലിൻ്റെ ഹാർഡ്നെസ് 9 ആയതുകൊണ്ട് ഇത് ലാബുകാരതിന് സർട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. പക്ഷേ നല്ല ലാബുകാർ അതിനകത്ത് ഒരു കൺക്ലൂഷൻ എഴുതും ലാസ്റ്റ്. നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് വന്നാലും കൺക്ലൂഷൻ എന്താണെന്ന് നമ്മൾ വായിച്ച് നോക്കണം. കൺക്ലൂഷനിൽ ഇൻഡിക്കേറ്റ്സ് ഒന്നുമില്ല തെർമൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കളർ എൻഹാൻസ്മെൻറ്റ് എന്ന് കാണും ഇതിനകത്ത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഫസ്റ്റ് ലൈൻ മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. അതിൻ്റെ തൂക്കവും കാര്യങ്ങൾ എന്താ നോക്കുക. ഡയമണ്ടിൻ്റെ ആണെങ്കിലും ഡയമണ്ട് ഇത് തന്നെയാണ് വിഷയം. ഡയമണ്ട് വാങ്ങുന്ന ആൾക്കാർ നാച്ചുറൽ ഡയമണ്ട് എന്ന് കാണും, ബാക്കി അതിൻ്റെ ഗ്രേഡുകളെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരില്ല. അപ്പോൾ വളരെ സ്മോൾ ഇൻക്ലൂഷൻസ് ഒക്കെ ഉള്ളതിനകത്ത് സ്മോൾ SI എന്നും പറഞ്ഞ് തന്നെ കാണും ഇതിനകത്ത്. സ്മോൾ ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അവർ സേഫായി, ലാബിൻ്റെ ഭാഗം അവർ സേഫാക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. മറ്റേത് തെർമൽ എൻഹാൻസ്മെൻറ്റ്, കളർ എൻഹാൻസ്മെൻറ്റ് എന്നുള്ള ഇപ്പോൾ കൺക്ലൂഷൻസ് നമ്മൾ എപ്പോഴും വായിച്ച് നോക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതും നമ്മൾ ആ യെല്ലോ സഫയർ വാങ്ങിച്ചിട്ടും കാര്യമില്ല, കാരണം അത് ബെറിലിയമാണ് കയറിയിരിക്കുന്നതിനകത്ത്. അത് വലിയ സെൻറ്റിഗ്രേഡിൽ അത് ചൂടാക്കിയാലേ ഡയമണ്ടൊക്കെ ആണെങ്കിൽ HP HT ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ആണ് അതിനകത്ത് ഇൻഡ്യൂസ് നടത്തുന്നത്. അതെ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു രത്നങ്ങളായിട്ട് കണക്ട് ചെയ്ത് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കല്ലിൻ്റെ ഒരു വിലയോ കല്ലിൻ്റെ കളറോ ഒന്നും കണ്ടിട്ട് ഇതാണ് നല്ലതെന്ന് വിചാരിക്കരുത്. നാച്ചുറലായിട്ടുള്ള കല്ലാണോ, സർട്ടിഫിക്കേഷൻ നാച്ചുറലാണോ, നാച്ചുറൽ ഇൻക്ലൂഷൻസ് ഉണ്ടെന്ന് സാമാന്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ നമ്മൾ കല്ലുകൾ വാങ്ങി ധരിക്കാവുള്ളൂ. അതിനായിരിക്കും ഗുണഫലം ഉണ്ടാകുന്നത്.
മറ്റ് നമ്മൾ പറഞ്ഞ പോലെ സിന്തറ്റിക് പോലുള്ള രത്നങ്ങൾ ചുമ്മാ നമുക്കൊരു ഫാൻസി അല്ലെങ്കിൽ ഒരു വൺ ടൈം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു ബർത്ത് ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു എനർജി നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, സ്കിന്നിന് പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഇല്ലേ? അതെ, കുട്ടികളുടെ ചൊറിഞ്ഞ് തടിച്ചൊക്കെ നിൽക്കുന്ന ഇതിനകത്തുനിന്ന് അവർ വീണ്ടും കമ്മലുമൊക്കെ മേടിച്ച് അതിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള കല്ലുകളോ ഇമിറ്റേഷൻ ആയിട്ടുള്ള കല്ലുകൾ മേടിച്ച് കൊടുക്കുന്നത് വീണ്ടും ആ അസുഖങ്ങൾക്കൊരാക്കം കൂട്ടത്തേ ഉള്ളൂ. അത് അവരറിയേയില്ലത്. കൊച്ചിൻ്റെ കഴുത്തിലൊരു കമ്മൽ കിടപ്പുണ്ടെന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി ലീസ്റ്റ് ബോധമാണ്. ഇപ്പം ഇത് തന്നെ നമ്മൾ ദിവസവും നമ്മൾ ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് സെമി പ്രീഷ്യസ് സ്റ്റോൺസുകൾ ഉപയോഗിക്കാമല്ലോ. അവർക്ക് ചേരുന്നതും അല്പമെങ്കിലും മെഡിസിനൽ എഫക്റ്റ് ഉള്ളതുമായിട്ടുള്ള രത്നങ്ങളുണ്ടല്ലോ, നാച്ചുറൽ. അതിലേക്കാണ് എപ്പോഴും അവർ എത്തിച്ചേരേണ്ടത്. ഇപ്പോൾ തേൻ തന്നെ നമ്മൾ മേടിക്കും, വില കുറഞ്ഞ തേനുകൾ കിട്ടും. പക്ഷെ വില കുറഞ്ഞ തേനുകളെന്ന് പറയുമ്പം അതിനകത്ത് വേറെ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ ചേർത്തും പിടിച്ചുമൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും. വില നോക്കിയിട്ട് നമ്മൾ തേൻ മേടിക്കാൻ പോയാൽ അത് അബദ്ധമാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രത്നങ്ങൾ വാങ്ങുമ്പോഴും ധരിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സബ്ജക്റ്റ്, ഒരുപാട് പഠനം ആവശ്യമുള്ള സബ്ജക്റ്റ്, ഒരുപാട് തരത്തിലുള്ള അറിവുകൾ നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സബ്ജക്റ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് അങ്ങനെയുള്ള ധാരാളം വിവരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമസ്കാരം.